ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 82 റിവ്യൂ. കിച്ചണിൽ കുഴഞ്ഞു വീണ് ഷാനവാസ്. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അനീഷ് നിലത്ത് കിടന്നുറങ്ങുന്ന അനുമോളെ വന്ന് സോഫയിൽ കയറി കിടക്കാൻ പറയുന്ന അനീഷ്, പുതപ്പും തലനയും കൊടുത്ത് കെയർ ചെയ്യുന്ന അനീഷ്. രാവിലെയാണ് വിഖ്യാതമായ ഷാനവാസ് നെവിൻ പ്രശ്നമുണ്ടായത്. അതിനൊറ്റ ഒരാളാണ് മെയിൻ കാരണം, ബെസലിന്റെ ക്യാപ്റ്റനായ അനുമോൾ കിച്ചണിൽ നിൽക്കുമ്പോൾ അക്ബർ ചൂണ്ടിക്കാണിക്കുന്നു, കഴുകി വെച്ച പാത്രത്തിൽ അഴുക്കുണ്ട്, അത് ഒന്നുകൂടി കഴുകി തരാമോ? ശരിക്കും പറഞ്ഞാൽ വെസൽ ടീമിന്റെ ക്യാപ്റ്റനായ അനുമോൾക്ക് അതങ്ങ് കഴുകിയാൽ മതി. പക്ഷേ രാവിലെ കഴുകേണ്ടത് ഷാനവാസ് ആണ്, ഞാനല്ലെന്ന് അനുമോൾ. ഇത് കഴുകി തന്നാലേ ഫുഡ് വയ്ക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ താമസിക്കുമെന്ന് നെവിൻ. ഷാനവാസ് വന്നപ്പോൾ അക്ബർ പറയുന്നുണ്ടായിരുന്നു ഇത് കഴുകാൻ. ഷാനവാസ് പറഞ്ഞു, ഞാനല്ല ഇത് കഴുകിയത്, അനുമോൾ തന്നെയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ആരും തയ്യാറല്ല കഴുകാൻ. വെസൽ ടീം ക്യാപ്റ്റനും ഷാനവാസും കിച്ചണിലെ ആരും കഴുകാൻ തയ്യാറായില്ല. എല്ലാവർക്കും ഒരു ഈഗോ. കഴുകണ്ട എന്ന് ഷാനവാസിനോട് അനുമോൾ. കഴുകിയില്ലെങ്കിൽ ഫുഡ് വൈകുമെന്ന് പറഞ്ഞ നെവിന്റെ അടുത്തേക്ക് വന്ന നൂറ, മരുന്ന് കഴിക്കുന്നതാണ്, എനിക്ക് ഗ്യാസ് കയറി, ഇന്നലെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നെവിൻ, ഫ്രിഡ്ജിൽ ചപ്പാത്തിയും കറിയിരിപ്പുണ്ട്, എടുത്ത് കഴിക്കാൻ. എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഇന്നലത്തെ ഫുഡ് ഞാൻ കഴിക്കില്ലെന്ന് നൂറ. ഫുഡ് കളഞ്ഞതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് നൂറ. എന്നിട്ടാണ് നൂറയുടെ വർത്തമാനം. ആ ഫുഡ് കഴിക്കാതെ നൂറ വൈകിയ ഞാൻ കിച്ചണിൽ കയറുമെന്ന്. ധൈര്യമുണ്ടെങ്കിൽ കയറാൻ ആര്യൻ. നൂറ അടുക്കളയിൽ കയറി ചപ്പാത്തിപ്പൊടി എടുക്കുന്നു. ഷാനവാസും ഏറ്റുപിടിക്കുന്നു ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ നെവിൻ ഫ്രിഡ്ജിൽ നിന്ന് പാലും തൈരും ഒക്കെ എടുത്ത് പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഷാനവാസ് അത് തടയുന്നു. പാല് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. പാലിന്റെ കവർ പൊട്ടുന്നു. നെവിൻ പാലും ഷാനവാസിന്റെ മേത്തൊഴിക്കുന്നു. നെവിൻ തിരിഞ്ഞു പോകുമ്പോൾ ഷാനവാസ് കുഴഞ്ഞു പോകുന്നു. പാട്ടാഗേഴ്സൊക്കെ ഓടിച്ചെന്ന് പിടിക്കുന്നു. അനീഷും സാബുമാനും പോയി പിടിക്കാൻ ശ്രമിക്കുന്നു. അക്ബറും നെവിനും ആദ്യം ഓർത്തത് ഡ്രാമയാണെന്ന്. അവർ പറയുന്നു ഇത് ഡ്രാമയാണ് എന്ന്. പിന്നീട് അവർക്ക് മനസ്സിലായി കളി കാര്യമായി എന്ന്. ബിഗ് ബോസ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, കയ്യാങ്കളി വേണ്ട, എത്രയും പെട്ടെന്ന് ഷാനവാസിനെ കൺഫെഷൻ റൂമിൽ എത്തിക്കാൻ. പക്ഷേ അവിടെ വീണ്ടും ഒരു ഡ്രാമകൾ അരങ്ങേറുകയായിരുന്നു. അനീഷ് മാത്രമാണ് വേഗം എഴുന്നേൽക്ക് ഷാനവാസ്, നമുക്ക് പോകാം, ഇത് ഹാർട്ടിന്റെ കേസാണ്, എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നത്. സാബുമാനും പിടിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നുമില്ല. പാട്ടാഗേഴ്സ് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർ ഭയങ്കരമായ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ അവസരവും ഗെയിം കളിക്കാനാണ് അവർ ഉപയോഗിക്കുന്നത്. അക്ബറൊക്കെ പിടിക്കാൻ വരുമ്പോൾ നിങ്ങൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ച് പിടിക്കില്ലെന്നൊക്കെ പറഞ്ഞ് അക്ബറിനെയും ആര്യനെയൊക്കെ മാറ്റുന്നുണ്ട്. ഷാനവാസിനെ ഒരു സൈഡിലിട്ട് അവർ ഗെയിം കളിക്കുകയാണ്. ഒടുവിൽ കൺഫെഷൻ റൂമിൽ എത്തിച്ചു ഷാനവാസിനെ അവർ. ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു. നെവിനെ എഴുന്നേപ്പിച്ച് നിർത്തി. നെവിന് ലാസ്റ്റ് വാർണിംഗ് കൊടുക്കുകയാണ്. ഫിസിക്കലായിട്ട് ഇനി ആരെയും ഉപദ്രവിക്കാൻ പാടില്ലെന്നും നെവിൻ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നും ബിഗ് ബോസ്. നെവിന് മാത്രമല്ല എല്ലാവർക്കും വാർണിംഗ് കൊടുത്ത് ബിഗ് ബോസ്. പാട്ടാഗേഴ്സ് നെവിനും കൂട്ടരും ഷാനവാസിനെ കൊല്ലാൻ നോക്കുകയാണെന്ന് വരെ പറയുന്നു. വല്ലാത്തൊരു ഡ്രാമ ക്രിയേറ്റിംഗ്. ഷാനവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി ബിഗ് ബോസ്. അനുമോൾക്ക് നെവിനോടും ആദില നൂറയ്ക്ക് അക്ബറിനോടും പാട്ടാഗേഴ്സിനും ആരിനോടുമുള്ള വിരോധമാണ് ഈ മൂന്ന് ക്യാപ്റ്റന്മാരെയും എങ്ങനെയും തകർക്കണമെന്ന ഉദ്ദേശമാണ് ഇതിനെല്ലാം മെയിൻ കാരണം. ഇവർക്ക് മൂന്നുപേർക്കും വളരെയധികം വീക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ ഒരു ജോലിയും ചെയ്യാത്ത. വെസൽ ടീമായ അനുമോൾ പാത്രങ്ങൾ കഴുകുന്നില്ല. ആദില നൂറയും ഫ്ലോറിലും ഒരു പണിയെടുക്കുന്നില്ല. എങ്ങനെയും ക്യാപ്റ്റന്മാരെ തകർക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഒരു പണിയും ചെയ്യാത്തത്. ഷാനവാസ് പോയപ്പോൾ അവർ ആ അവസരം വീണ്ടും മുതലാക്കി. നെവിനെ പോലെയുള്ള വൃത്തികെട്ടവന്മാർ ഉണ്ടാക്കുന്ന ഭക്ഷണം തങ്ങൾക്ക് വേണ്ടെന്നും തങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കുമെന്നും അവർ കിച്ചൺ ക്യാപ്റ്റനായ നെവിനോട് ചോദിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. അവർക്കുള്ള ഭക്ഷണം നെവിൻ പറഞ്ഞു, ആർക്ക് വേണമെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാം. കിച്ചൺ ടീം ഉണ്ടാക്കിയ ഭക്ഷണം സാബുമാനും അനീഷും കിച്ചൺ ടീമുകാർ മാത്രമേ കഴിച്ചുള്ളൂ. പാട്ടാഗേഴ്സിനുള്ള ഭക്ഷണം അവർ തന്നെ ഉണ്ടാക്കി കഴിച്ചു. കഴിഞ്ഞ ആഴ്ച വരെ ആദിനൂറയും ഇതുവരെ കിച്ചണിൽ കയറുന്നത് കണ്ടിട്ടില്ല. അവരാണ് തന്നെ ഉണ്ടാക്കി കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശി പിടിക്കുന്നത്. ഏതായാലും സാബുമാന് കോളായി. രണ്ടിടത്തുനിന്നും ഭക്ഷണം കഴിക്കാം. സാബുമാനാകട്ടെ ഒരു നിലപാടില്ലാത്തവനും. ഇവിടെ പറഞ്ഞാൽ ഇവിടെ വിശ്വസിക്കും, അവിടെ പറഞ്ഞാൽ അവിടെ വിശ്വസിക്കും. അടുത്ത ചക്രം കറക്കുന്ന ഫിനാലെ ടാസ്ക് ആയിരുന്നു. ചക്രത്തിനുള്ളിൽ ഒരു ബോൾ ഉണ്ടാകും. ആ ബോൾ വീഴാതെ ഏറ്റവും കൂടുതൽ നേരം പിടിച്ചിരിക്കുന്ന ആളാണ് ജയിക്കുക. നൂറ് നന്നായി പ്രകടനം നടത്തിയിട്ടും രണ്ടാമത് താനേ സാധിച്ചുള്ളൂ. ഒന്നാമത് നെവിനാണ്. നെവിൻ നന്നായി ചെയ്തു. മൂന്നാമത് അനീഷും, നാലാമത് ആര്യനും, അഞ്ചാമത് അക്ബറും, ആറാമത് സാബുമാനും, ഏഴാമത് ആദിലയും, അവസാന പൊസിഷനിൽ അനുമോളുമാണ്. അടുത്തത് മീൻ ടാസ്ക് ആയിരുന്നു. അതിൽ മീൻമുള്ളുകൾ ഫിക്സ് ചെയ്യുക എന്നതായിരുന്നു ടാസ്ക്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീർക്കുന്ന ആളാണ് ഒന്നാം സ്ഥാനത്ത്. ഒന്നാം സ്ഥാനത്ത് എത്തിയത് അനുമോളാണ്. രണ്ടാം സ്ഥാനത്ത് അക്ബർ, മൂന്നാം സ്ഥാനത്ത് അനീഷ്, നാലാം സ്ഥാനത്ത് ആര്യൻ, അഞ്ചാം സ്ഥാനത്ത് നൂറ, ആറാം സ്ഥാനത്ത് നെവിൻ, ഏഴാം സ്ഥാനത്ത് സാബുമാൻ, എട്ടാം സ്ഥാനത്ത് ആദില. ഇതുവരെയുള്ള ടാസ്കിൽ ഒന്നാം സ്ഥാനത്ത് നൂറയും, രണ്ടാം സ്ഥാനത്ത് ആര്യനും, മൂന്നാം സ്ഥാനത്ത് അക്ബറും, നാലാം സ്ഥാനത്ത് നെവിനുമാണ്. എപ്പോഴും ബാഡ് മീനുകൾ പറയുന്ന പേട്ടാഗേഴ്സ് ഇന്ന് വളച്ചൊടിച്ച് ആര്യൻ ചീത്ത വാക്കുകൾ പറയുന്നു എന്ന് പറയുന്നു. പാൽക്കുപ്പി സെർലാക്ക് എന്ന് പറഞ്ഞ് ആര്യനെ കളിയാക്കിയപ്പോൾ പാൽ തരുമോ എന്ന് ആര്യൻ ചോദിച്ചു. അപ്പോൾ പശുവിന്റെ വേണോ എന്ന് ആദിലയും നൂറയും. ഫ്രിഡ്ജിൽ നിന്ന് മതിയെന്ന് ആര്യൻ. അല്ല, നിനക്ക് ആരെങ്കിലും വേണോ എന്ന ആദില. ഇതേ ആദില വളച്ചൊടിച്ച് ആര്യന്റെ അമ്മ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. എന്തൊക്കെ കാർഡുകളാണ് ആദില നൂറയൊക്കെ എടുക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ആദില നൂറമാരുടെ വെറുപ്പിക്കുന്ന ക്രഞ്ച് പരിപാടികൾ. രാത്രി കിച്ചൺ ക്യാപ്റ്റനായ ആര്യൻ നൂറയോട്, നാളെ ഞങ്ങൾ കുക്ക് ചെയ്യാം എല്ലാവർക്കും വേണ്ടി,
പക്ഷേ വെസലിൽ കിടക്കുന്ന പാത്രങ്ങൾ നിങ്ങൾ കഴുകി തരണമെന്ന് അനുമോളോട് പറയാൻ നൂറയോട് ആര്യൻ. ഞങ്ങളുണ്ടാക്കിയ പാത്രം ഞങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട്, ഇത് കഴുകിയില്ലെന്ന് അനുമോൾ. സാബുവാനും അനീഷും ബാക്കി മെമ്പർമാരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിത് കഴുകാനുള്ള ഉത്തരവാദിത്വമില്ലേ എന്ന് ആര്യൻ. അവിടെയും അനുമോളുടെ ഈഗോ സമ്മതിക്കുന്നില്ല. വെസൽ ടീമിന് ഇത് കഴുകേണ്ടത് ഉത്തരവാദിത്തമാണ്. അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല, എന്നിട്ട് മറ്റുള്ളവർ കുറ്റങ്ങൾ ആരോപിക്കുന്നു. എന്താ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ഇഷ്ടപ്പെട്ട മത്സരത്തെ പറ്റി കമൻറ്റ് ചെയ്യുമോ?